നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തൊടുകുറി ശാസ്ത്രത്തെ കുറിച്ചാണ്. തൊടുകുറി ശാസ്ത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ സത്യമുള്ള ശാസ്ത്രമാണ് തൊടുകുറി ശാസ്ത്രം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നതും നടക്കുന്നതുമായ പല കാര്യങ്ങളും തൊടുകുറി ശാസ്ത്രത്തിലൂടെ അറിയുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രതീക്ഷ വെക്കുന്ന ആഗ്രഹങ്ങൾ അത് നടക്കുമോ ഇല്ലയോ എന്നൊക്കെ ഈ തൊടുകുറി ശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അപ്രകാരം ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു തൊടുകുറി ഫലങ്ങൾ അറിയുവാനായിട്ട് നൽകിയിരിക്കുന്ന ഈ രണ്ട് ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും ലക്ഷ്മി ദേവിയുടെയും ചിത്രങ്ങളാണ്. ഈ രണ്ട് ദേവതകളും അത്രയധികം ശക്തിയുള്ള ദേവതകളാണ്. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് തോന്നുന്ന ഒരു ചിത്രം തിരഞ്ഞെടുക്കാവുന്നതാണ്. ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കണ്ണടച്ച് ഈശ്വര ധ്യാനത്തോടെ മാത്രം നിങ്ങൾ ചിത്രം തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമാണ്. വളരെ ദൈവിക ആചാരങ്ങളും അതുപോലെ തന്നെ പല കർമ്മങ്ങളിലും ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു ദേവത തന്നെയാണ്. അപ്പോൾ ഫലത്തിലേക്ക് വരാം. നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം സന്തോഷപൂർണതയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് നിരവധി പ്രയാസങ്ങളും തടസ്സങ്ങളും കാണുവാൻ കഴിയുന്നുണ്ട്. അതായത് നിങ്ങൾ എന്ത് കാര്യത്തിന് പുറപ്പെട്ടാലും അതിനൊരു പൂർണ്ണത കൈവരിക്കുവാൻ കഴിയാത്ത ഒരു അവസ്ഥ നിങ്ങളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. എല്ലാ ജോലിയിലും ഒരു പാതി കൈ മാത്രമേ അല്ലെങ്കിൽ ഒരു താല്പര്യം മാത്രമേ നിങ്ങൾക്ക് കാണുന്നുള്ളൂ. അതൊരിക്കലും നിങ്ങളുടെ കുറവല്ല, നിങ്ങളുടെ സ്വഭാവമാണ്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ആ ഒരു കാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ ഇന്ന് ചെയ്യാം, ഇപ്പോൾ ചെയ്യാം, അല്ലെങ്കിൽ നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് അതിനെ മാറ്റി വെച്ച് ലാസ്റ്റ് ആ ഒരു കാര്യം പെൻഡിങ് ഇടുന്ന അവസ്ഥയാണ്. ഒരിക്കൽ നിങ്ങളെ വഴക്ക് പറയുന്ന രീതിയിലോ അല്ലെങ്കിൽ മോശമായ രീതിയിലോ ഒന്നുമല്ല ഇത് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവമാണ്. അപ്രകാരം ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളിൽ പൊതുവായി ഈ ഒരു ചെറിയൊരു മടി കാണുവാൻ കഴിയുന്നുണ്ട്. പക്ഷേ പല കാര്യങ്ങളിലും, അതായത് അവർക്ക് കൂടെ താല്പര്യമുള്ള കാര്യങ്ങളിൽ വളരെ വേഗം പ്രവർത്തിക്കുകയും ചെയ്യുകയും കാര്യക്ഷമമായി ജോലി ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികളാണ്. പക്ഷേ തീർച്ചയായിട്ടും മനസ്സുകൊണ്ട് അവർ അതൊക്കെയും അംഗീകരിക്കണമെന്ന് മാത്രം. നിങ്ങളുടെ കുടുംബത്തിൽ ധാരാളം കുടുംബ പ്രശ്നങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധത്തിൽ തർക്കങ്ങൾ, മക്കളുടെ ബന്ധത്തിൽ അല്ലെങ്കിൽ മക്കളുടെ ജീവിതത്തിൽ ഒരു സംശയങ്ങൾ, അങ്ങനെയൊക്കെ പരസ്പരം ഐക്യത്തിൽ അല്ലാതെ പോകുന്ന ഒരു മനോഭാവം കാണുവാൻ കഴിയുന്നുണ്ട്. പുറമേ നിന്ന് നോക്കുന്നവർക്ക് അച്ഛൻ, അമ്മ, അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കൾ എന്ത് സന്തുഷ്ടമായ കുടുംബങ്ങളാണ്. പക്ഷേ ആ കുടുംബത്തിന്റെ അകത്ത് നടക്കുന്ന പരിഹാസങ്ങളും പരസ്പര വിശ്വാസമില്ലായ്മയും അതുപോലെ തന്നെ പല പ്രവൃത്തികളും ഒക്കെ അനുഭവിക്കുന്ന വ്യക്തികൾക്കും മാത്രമേ മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹം ഒക്കെയും നടക്കണമെങ്കിൽ ഈശ്വര സഹായം നിങ്ങൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തൊടുകുറി ശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ ഒരല്പം വൈകി മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നാണ്. കാരണം മറ്റൊന്നുമല്ല, ഈശ്വര അനുഗ്രഹവും അതുപോലെ തന്നെ വ്യക്തികളെ പരസ്പരം മനസ്സിലാക്കി പഴയതുപോലെ സഹവർത്തിത്വത്തോടെ കുടുംബം, മാതാപിതാക്കളും ഒക്കെ മുന്നോട്ട് പോകണം. ആ ഒരു അവസ്ഥ വരണമെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് കാലങ്ങളോളം കാത്തിരിക്കുക എന്നത് വലിയൊരു പാട് തന്നെയാകുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ജീവിതത്തെ വെറുക്കുകയോ മനം നൊന്ത് പ്രയാസപ്പെടുകയോ ഒന്നും ചെയ്യാതെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ തടസ്സമായി നിൽക്കുന്നത് അതിനെയൊക്കെ മാറ്റി നിങ്ങൾ ജീവിതത്തെ ഐക്യത്തിലും സ്നേഹത്തിലും മുന്നോട്ട് പോവുക. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും നടക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുടുംബത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിച്ച് നിൽക്കുകയാണെങ്കിൽ ലക്ഷ്മി ദേവി അവിടെ കയറി വരില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ സ്നേഹത്തോടെ നിൽക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ ആഗ്രഹങ്ങളും അത് നടന്നിരിക്കും. പക്ഷേ നിങ്ങളുടെ കുടുംബത്തിലുള്ള കലഹങ്ങളും പരസ്പര വിശ്വാസക്കുറവും എല്ലാം നിങ്ങൾ അകറ്റി നിർത്തണം. പരസ്പര സ്നേഹമുണ്ടാകണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ. ഇനി രണ്ടാമത്തെ ചിത്രമായ ലക്ഷ്മി ദേവിയെ തിരഞ്ഞെടുത്ത
ആളുകളുടെ ഫലമാണ് പറയാൻ പോകുന്നത്. നന്മ മാത്രം ആഗ്രഹിച്ച് മറ്റുള്ളവരുടെ ജീവിത രീതി ഉയരണം, അവരെ സഹായിക്കണം, അതുപോലെ തന്നെ അവരുടെ ക്ഷേമത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. അസൂയയോ കുശുമ്പോ അതേപോലെ തന്നെ മറ്റുള്ളവരിൽ അസൂയ ഉളവാക്കുന്ന യാതൊരു കാര്യവും നിങ്ങൾ ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ ഒരിക്കലും കണ്ട് അവരെ എപ്രകാരം സന്തോഷിപ്പിക്കാം അല്ലെങ്കിൽ അവരെ എപ്രകാരം സഹായിക്കാം എന്നൊക്കെ ചിന്തിച്ച് അതിനൊത്ത് പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം ദുഃഖ അനുഭവങ്ങളൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൽ നിങ്ങൾക്ക് എത്തിപ്പെടുവാൻ കഴിയാത്ത ആ ഒരു അവസ്ഥ. എന്നാൽ ഇന്ന് ഈ തൊടുകുറി കേൾക്കുന്ന സമയം ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ തടസ്സങ്ങൾ മാറുവാൻ പോവുകയാണ്. നിങ്ങളുടെ സകല പ്രയാസങ്ങളും നിങ്ങളുടെ ദുഃഖങ്ങളും ഒക്കെ മാറി ഈശ്വര സഹായത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ച വരുവാൻ പോവുകയാണ്. മറ്റൊന്നുമല്ല, ഈശ്വര കടാക്ഷം എപ്പോഴും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ മേൽ അനുഗ്രഹങ്ങൾ വന്നു നിറയുകയാണ്. നിങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും, അത് രോഗങ്ങളാകട്ടെ, ദുഃഖങ്ങളാകട്ടെ, മറ്റു പല കാര്യങ്ങളാകട്ടെ, മനസ്സിൽ തട്ടി തന്നെ ഒരു അനുഭവം പറയുവാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ കുഞ്ഞിന് വേണ്ടി കരയുന്നവരോ ഒരു ഉപജീവനം നേടുവാൻ ആഗ്രഹിക്കുന്നവരോ എന്തു തന്നെ ആയാലും നിങ്ങളുടെ ആഗ്രഹം ഉടനെ നടക്കും. കുടുംബ പ്രശ്നങ്ങളും ധാരാളം കണ്ടുവരുന്നു എങ്കിലും ഈശ്വര സഹായത്താൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകുവാൻ യാതൊരു തരത്തിലുള്ള സാധ്യതയില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ടവരുമായിട്ട് പല ദുരനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത്, എന്നാൽ ഇപ്പോൾ നിങ്ങൾ അവരുമായി കൂടുതൽ ഇണങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറുകയാണ്. മക്കളുടെ കാര്യത്തിലും അതുപോലെ തന്നെ കുടുംബ അംഗങ്ങളുടെ കാര്യത്തിലും വളരെയധികം ആശങ്ക പുലർത്തി ഓരോ കാര്യങ്ങളിലും ശ്രദ്ധയോടെ ശ്രദ്ധിച്ച് പ്രവർത്തിച്ച് ഒരു കുടുംബത്തെ നയിക്കുവാനുള്ള കെൽപ്പ് തരണമേ ഈശ്വര എന്ന് ദിവസവും പ്രാർത്ഥിക്കുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഈശ്വര അനുഗ്രഹം നിങ്ങളിൽ എപ്പോഴും ഉള്ളത്. നിങ്ങളിൽ സന്തോഷവും ധീരത്വവും അതുപോലെ തന്നെ സുഖവും ഒക്കെ വരണമെങ്കിൽ ഈശ്വരനെ നിങ്ങൾ ഒരിക്കലും മാറ്റി നിർത്തിയിട്ടില്ല. അപ്രകാരം ഈശ്വര അനുഗ്രഹങ്ങൾ നിങ്ങളിൽ ഉണ്ടാകുന്നുമുണ്ട്. നിങ്ങളുടെ സകല പ്രശ്നങ്ങളും ഈശ്വര സഹായത്താൽ ഉടൻ തന്നെ മാറുവാൻ പോവുകയാണ്. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക് ഇനി നല്ല കാലത്തിന്റെ സമയമാണ്. നിങ്ങളുടെ ദോഷ സമയം അല്ലെങ്കിൽ മോശ സമയം ഒക്കെയും മാറി ഈശ്വര സഹായത്താൽ അത്യുഗ്രൻ സമയമായി മാറുവാൻ പോവുകയാണ്. ഒരു അത്ഭുതം തന്നെ സംഭവിക്കും, ഉറപ്പാണ്. ഇതൊക്കെയാണ് ഈ ഒരു രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങളുടെ ജന്മനക്ഷത്രവും നിങ്ങളുടെ പേരും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ.